ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ OnePlus ഫോണുകളുടെ സെയിൽ ഇന്ത്യയിൽ ബാൻ ആകും എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലും പടരുന്നുണ്ട്. അതേപോലെ പല ന്യൂസ് ആർട്ടിക്കിൾസും വന്നു തുടങ്ങി. ആൻഡ് നിങ്ങളിൽ പലരും അത് കണ്ടു കാണും. സോ ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇന്ത്യയിൽ ശരിക്കും OnePlus ഫോണുകളുടെ സെയിൽ ബാൻ ചെയ്തു എങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ബാൻ? എനിക്കറിയാം OnePlus ഫാൻസ് ഈ ന്യൂസ് കേട്ടതോടുകൂടി ഓൾറെഡി ഭയങ്കര ടെൻഷനിലാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ കൃത്യമായിട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ സൈഡിൽ നമ്മുടെ OnePlus ഉണ്ട്, ഈ സൈഡിൽ മൊബൈൽ ഷോപ്പ് ഓണേഴ്സ് ഉണ്ട്. സോ പ്രശ്നം തുടങ്ങുന്നത് ഇവർ രണ്ടുപേരും തമ്മിലാണ്. OnePlus ഫോൺ ഇറങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, OnePlusന്റെ ഒരു ഫോൺ മേടിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഇൻവൈറ്റ് വേണമായിരുന്നു. പിന്നീട് OnePlus ഒരു ഓൺലൈൻ എക്സ്ക്ലൂസീവ് ഫോൺ ആയിട്ട് മാറി. പക്ഷേ കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് OnePlus ഫോൺ ഓൺലൈനിൽ മാത്രമല്ല കടകളിൽ പോയും നിങ്ങൾക്ക് മേടിക്കാനായിട്ടുള്ള സൗകര്യം വന്നോളൂ. കാരണം OnePlusന് മനസ്സിലായി ഓൺലൈൻ എക്സ്ക്ലൂസീവ് ആയി എങ്കിൽ എല്ലാവരിലേക്കും OnePlus ഫോണുകൾ എത്തിക്കാൻ പറ്റില്ല എന്ന്. ആൻഡ് ആ ഒരു സമയത്ത് OnePlusഉം ഹാപ്പി ആയിരുന്നു, മൊബൈൽ ഷോപ്പ് ഓണേഴ്സും ഹാപ്പി ആയിരുന്നു. ഇത്രയും നാളും എല്ലാം നല്ലപോലെ പോയിക്കൊണ്ടിരുന്നുവെങ്കിലും ഇപ്പോൾ മൊബൈൽ ഷോപ്പ് ഓണേഴ്സും ഒരുപാടധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുടെ ഫോണുകൾ മൊബൈൽ ഷോപ്പ് ഓണേഴ്സ് വിൽക്കുമ്പോൾ കിട്ടുന്ന മാർജിനേക്കാൾ എത്രയോ കുറവ് മാർജിൻ മാത്രമാണ് OnePlus ഫോൺ വിൽക്കുമ്പോൾ കൊടുക്കുന്നത്. പിന്നെ കൃത്യമായിട്ട് മൊബൈൽ ഷോപ്പുകളിൽ OnePlus ഫോൺ സ്റ്റോക്ക് കൊടുക്കുന്നില്ല. അതേപോലെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ, അധികമായിട്ടുള്ള സ്റ്റോക്കും OnePlus കൊടുക്കുന്നില്ല. അതായത് മെയിൻലി OnePlus ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറുകൾ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓഫ്ലൈൻ മൊബൈൽ ഷോപ്പ് ഓണേഴ്സിന് പുല്ല് വിലയാണ് കൊടുക്കുന്നത്, അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതിലുപരി നോർമലി ഒരാൾ ഓൺലൈനിൽ ഫോൺ മേടിക്കുന്നതിലും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഓഫ്ലൈനിൽ മേടിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് വാറന്റി ഇഷ്യൂസ് വരുമ്പോൾ. അതായത് നിങ്ങളൊരു കടയിൽ പോയാണ് ഒരു സ്മാർട്ട് ഫോൺ മേടിക്കുന്നതെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ ആ കടയിലേക്ക് ഓടിച്ചെന്നാൽ മതിയല്ലോ എന്നുള്ള ഒരു അഷ്വറൻസ്. നോർമലി ഒരു ഷോപ്പിൽ നിന്നും ഒരു ഫോൺ വാങ്ങിച്ച് അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആ ഷോപ്പിലേക്ക് പോകുന്നു, ഇതാണ് പ്രശ്നം എന്ന് പറയുന്നു. ആ ഷോപ്പും ആ ഒരു മൊബൈൽ ബ്രാൻഡുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഷോപ്പ് ത്രൂ നിങ്ങൾ വാറന്റി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ OnePlusന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഒരാളൊരു OnePlus ഫോൺ മേടിച്ച് എന്തെങ്കിലും ഇഷ്യൂ വരുവാണ്, പൊതുവേ ഗ്രീൻ ലൈനിന്റെ ഒക്കെ ഇഷ്യൂ ആണ് വരുന്നത് വാറന്റിയിലാണെങ്കിൽ, നേരെ ഷോപ്പിലേക്ക് ഓടിപ്പോയി ഈ ഒരു കാര്യം പറയുമ്പോൾ ഷോപ്പുകാർ ഈ ഒരു OnePlusനെ കോൺടാക്ട് ചെയ്ത് വാറന്റി ക്ലെയിമിംഗ് പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്യുമെങ്കിലും അത് OnePlusകാരെ ഏറ്റെടുക്കുന്നത് വളരെ വൈകിയാണ്. എന്നാൽ നമ്മൾക്കത് അറിയേണ്ട ആവശ്യമില്ല, നമ്മൾ ഷോപ്പിലാണ് ഈ ഒരു ഫോൺ വാറന്റി പ്രോസസ്സിന് കൊടുത്തതെന്നുള്ളതുകൊണ്ട് കുറച്ച് നാൾക്ക് ശേഷം ഷോപ്പിൽ വിളിച്ച് എന്തായി എന്ന് എൻക്വയറി ചെയ്യുമ്പോൾ ഷോപ്പുകാർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം OnePlusന്റെ സൈഡിൽ നിന്നും ആക്ഷൻ ഭയങ്കര ഡിലേ ആവും. അതായത് ഈ ഒരു കസ്റ്റമേഴ്സ് എല്ലാം പോയി ഷോപ്പുകാരെയാണ് ഇരുന്ന് തെറി വിളിക്കുന്നത്, എൻ്റെ ഫോണിന്റെ വാറന്റി എന്തായി എന്ന്. ആൻഡ് ഈ ഒരു കാര്യം ഷോപ്പ് ഓണേഴ്സ് പോയി OnePlusനോട് പറയുമ്പോൾ OnePlusന്റെ സൈഡിൽ നിന്നും വലിയൊരു സഹകരണമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഓർഗനൈസ്ഡ് റീറ്റെയിലേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ ORA എന്നുള്ള ഒരു എൻറ്റിറ്റി, ഓൾ ഇന്ത്യ മൊബൈൽ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ എന്നുള്ള ഈ രണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇതേപോലെ മൊബൈൽ ഷോപ്പ് ഓണേഴ്സിന്റെ ഒരു അസോസിയേഷൻ, ഇവർ ഒരു പ്രശ്നം ഉന്നയിച്ചേക്കുവാണ്. ഈ അസോസിയേഷൻ എത്ര വലുതാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1.5 ലക്ഷം മൊബൈൽ ഷോപ്പ് ഓണേഴ്സ് ഇതിൽ മെമ്പേഴ്സ് ആണ്. സോ ഒരു മെമ്പർഷിപ്പ് ഒക്കെ പോലെ ഇവർ നേരെ OnePlusന് ഒരു നോട്ടീസ് അയച്ചു. അപ്പോൾ ആ ഒരു നോട്ടീസിൽ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, ഡിയർ OnePlus, നമ്മൾ ഇത്രയും നാളായി നിങ്ങളുടെ ഫോണ് വിൽക്കുന്നു, പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടത്ര മാർജിൻ തരുന്നില്ല, ആവശ്യത്തിലുള്ള സ്റ്റോക്കുകൾ തരുന്നില്ല, വാറന്റി പ്രോസസ് ഒക്കെ ക്ലെയിം ചെയ്യുമ്പോൾ വളരെയധികം ഡിലേ വരുത്തുന്നു. ഇതുകൊണ്ട് തന്നെ മൊബൈൽ ഷോപ്പ് ഓണേഴ്സിന് വളരെയധികം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ ഞങ്ങൾ ആസ് എൻ അസോസിയേഷൻ നിങ്ങൾക്ക് ഒരു ഡെഡ് ലൈൻ തരുവാണ്, May 1 ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ സോൾവ് ചെയ്യണം. അഥവാ നിങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇനി തൊട്ട് നിങ്ങളുടെ OnePlusന്റെ ഫോണുകൾ ഓഫ്ലൈൻ ഷോപ്പുകളിൽ വിൽക്കില്ല. ഇതൊരു നോട്ടീസ് ആയിട്ടാണ് അയച്ചതെങ്കിലും നമ്മൾക്കൊരു ഭീഷണിയുടെ സ്വരം അവിടെ കാണുന്നുണ്ട്. യെസ്, OnePlusനെതിരെ സോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ OnePlus May 1 എടുക്കണം എന്നാണ് ഈ ഒരു നോട്ടീസിൽ പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ ഡേറ്റ് May 14. നിങ്ങൾ നോക്കുവാണെങ്കിൽ OnePlus ഫോണുകൾ ഓൺലൈനിൽ ഇപ്പോഴും സുലഭമായി കിട്ടുന്നുണ്ട്. OnePlusന്റെ സ്വന്തമായിട്ടുള്ള ഓഫ്ലൈൻ സ്റ്റോറുകളുണ്ട്, OnePlus ബ്രാൻഡഡ് സ്റ്റോറുകൾ. അവിടെ നിന്ന് നിങ്ങൾക്ക് OnePlus ഫോണുകൾ മേടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ മൊബൈൽ ഷോപ്പിൽ പോയി എനിക്കൊരു OnePlusന്റെ ഫോൺ വേണമെന്ന് ചോദിച്ചാൽ അവിടെയും നിങ്ങൾക്ക് OnePlus ഫോണുകൾ ഇപ്പോൾ മേടിക്കാനായിട്ട് പറ്റുന്നു. May 1 ശേഷം ഈ കാര്യങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ഇന്ത്യയിൽ OnePlus ഫോണുകളുടെ സെയിൽ ഞങ്ങൾ ഓഫ്ലൈൻ റീറ്റെയിലേഴ്സ് ബാൻ ചെയ്യുമെന്ന് പറഞ്ഞുവെങ്കിലും ഇപ്പോഴും സെയിലുകൾ നടക്കുന്നുണ്ട്. സോ OnePlus കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുത്തോ എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് OnePlus എന്ന് പറയുന്നത് എപ്പോഴും ഒരു അഗ്രസീവ് പ്രൈസ്ഡ് ഫോണാണ്. ഈവൻ ഇപ്പോഴും, യെസ്, പണ്ടൊക്കെ ഇതിലും വളരെ അഗ്രസീവ് ആയിരുന്നു, വളരെ കുറഞ്ഞ വിലയിൽ നല്ല ഹാർഡ്വെയർ കൊടുത്തുകൊണ്ടിരുന്നു. ആൻഡ് ഇപ്പോഴും അത്ര മോശമല്ലാതെ കുറഞ്ഞ വിലയിൽ നല്ല ഹാർഡ്വെയർ OnePlus ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓൾറെഡി
ഓൾറെഡി മാർജിൻ ഭയങ്കര കുറവാണ്. സോ ഓഫ്ലൈൻ ഷോപ്പുകളിൽ കൂടുതൽ മാർജിൻ വൺ പ്ലസ് കൊടുക്കണമെങ്കിൽ ഓൾറെഡി മാർജിൻ കുറവുള്ള വൺ പ്ലസ് ലോസ് സഹിച്ച് അവരുടെ കയ്യിൽ നിന്നും പൈസ കൊടുക്കേണ്ടി വരും. ആൻഡ് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ വൺ പ്ലസിന് ഏറ്റവും കൂടുതൽ ഫോണുകൾ വിറ്റുപോകുന്നത് ഓഫ്ലൈൻ ഷോപ്പുകളിലെല്ലാം ഓൺലൈനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ഷോപ്പ് റീറ്റെയിലേഴ്സ് ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചുവെങ്കിലും അത് വൺ പ്ലസിനെ കാര്യമായിട്ട് ബാധിക്കില്ല എന്ന് വൺ പ്ലസിന് അറിയാം. എന്ന് മാത്രമല്ല, ഇന്നലെ മെയ് 13 വേറൊരു ന്യൂസും കൂടെ പുറത്തു വന്നു. വൺ പ്ലസും ജിയോ മാർട്ടും തമ്മിൽ പാർട്ട്ണർഷിപ്പോടെ. സംഭവം വേറെ ഒന്നുമല്ല, ഓഫ്ലൈൻ ഷോപ്പുകളിലൂടെ ആയിരിക്കും മോസ്റ്റ്ലി ഒരു ടയർ 3 ടയർ 4 സിറ്റീസിലേക്കൊക്കെ ഈ ഒരു വൺ പ്ലസിന്റെ ഫോൺ എത്തുന്നത്. ഇത് അവർ ജിയോ മാർട്ടിലൂടെ ചെയ്യാൻ പോകുകയാണ്. യെസ്, ജിയോ മാർട്ടിന് ഏകദേശം 2000-ൽ കൂടുതൽ സിറ്റികളിൽ ആക്സസ് ഉണ്ട്. അവർക്ക് ഏകദേശം 63,000-ഓളം റീറ്റെയിൽ സ്റ്റോറുകളുണ്ട്. സോ വൺ പ്ലസിന്റെ പരിപാടി വൺ പ്ലസിന്റെ ഫോണുകളെല്ലാം തന്നെ ഈ ഒരു ജിയോ മാർട്ടിന്റെ റീറ്റെയിൽ സ്റ്റോറുകളിലൂടെ വിൽപ്പന നടത്തി കൂടുതൽ ടയർ 3 ടയർ 4 സിറ്റീസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു ന്യൂസ് ഒന്ന് ഡീപ്പായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓഫ്ലൈൻ റീറ്റെയിൽ സ്റ്റോറുകളിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് നിങ്ങൾ വേണമെങ്കിൽ നടത്തിക്കോ, നിങ്ങൾ സെയിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓൺലൈനിൽ നല്ലപോലെ കച്ചവടം നടക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്വന്തം സ്റ്റോറിലും കച്ചവടം നടക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ടയർ 3 ടയർ 4 സിറ്റീസിലേക്ക് ജിയോ മാർട്ടിലൂടെ ഞങ്ങൾക്ക് അവരുടെ റീറ്റെയിൽ സ്റ്റോറിൽ കൂടെ വിൽക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും കൂടി ചിന്തിച്ചിട്ട് ഇതേപോലെ പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിക്കും ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് വായിക്കാം. സോ വൺ പ്ലസ് ഫാൻസ്, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വൺ പ്ലസ് ഫോണിൻ്റെ സെയിൽ ഇന്ത്യയിൽ ബാനൊന്നും ആയിട്ടില്ല. ജസ്റ്റ് റീറ്റെയിൽ സ്റ്റോറുകളിലൂടെ അവരുടെ ആവശ്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അവർ ബാൻ ചെയ്യും എന്നുള്ളൊരു നോട്ടീസ് വൺ പ്ലസിന് അയച്ചതാണ് ഇത്തരത്തിലൊരു ബാൻ എന്നുള്ളൊരു ന്യൂസായിട്ട് മാറിയത്. ഇപ്പോഴും വൺ പ്ലസ് ഫോണുകൾ യാതൊരു കുഴപ്പമില്ലാതെ അവൈലബിൾ ആണ്. നിങ്ങളൊരു ഹാർഡ് കോർ വൺ പ്ലസ് ഫാൻ ബോയ് ആണോ? ആൻഡ് ഈ ഒരു വൺ പ്ലസിൻ്റെ ജിയോ മാർട്ടിലൂടെ സെല്ല് ചെയ്യുന്ന അപ്രോച്ചിനോട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.